ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പം നമ്മൾ മംഗലാപുരത്ത് നിന്ന് നേരെ ഗോവയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഞാനൊരു ടിക്കറ്റ് റിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. എന്നിരുന്നാലും അടുത്ത വണ്ടിയിൽ കയറി നേരെ ഗോവയ്ക്ക് വന്ന് വെച്ച്. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻ്റാണ്, തിരക്കില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കടന്നുറങ്ങിയൊക്കെ സുഖമായിട്ട് പോവാം. എന്തായാലും അത് ഒരു ഭാഗ്യമായി. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടാൽ ശരിക്കും കേരളത്തിൻ്റെ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറുകൾ തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ബൈമാർ കൊണ്ടുവരുന്നൊരു ബിരിയാണി ഞാൻ മേടിച്ചു. പറയാതിരിക്കാൻ വയ്യ, ബൈ വെക്കാനേ കൊള്ളത്തില്ല. ആരും ബിരിയാണി ഒന്നും മേടിച്ച് കഴിക്കില്ലേ. അങ്ങനെ വിശപ്പ് കലശലായത് കൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി ബേല് മേടിച്ചു. തൽക്കാലം അവിടെ ഗോവ എത്തുന്നവരൊന്നും പിടിച്ചിരിക്കണ്ടേ. ഇച്ചിരി ബേലും ഇച്ചിരി വെള്ളവും കുടിച്ചാണ് ഞാനൊരു 6 മണിക്കൂർ ട്രാവൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയത്. എന്തായാലും പട്ടെ. പിന്നെ എനിക്ക് പറ്റിയത് മണ്ടത്തിലെന്ന് പറഞ്ഞാൽ ഞാൻ നേരെ മഡ്ഗോവനിലേക്കാണ് പോയത്. പക്ഷെ ആരും മഡ്ഗോവനിൽ പോയില്ല. മഡ്ഗോവനിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ നോർത്ത് ഗോവയിലേക്കാണ് പോകാൻ. അവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗോവൻ വ്യൂസൊക്കെ ഇഷ്ടം പോലെ ഉള്ളത്, സിറ്റീസും മറ്റേ സംഭവങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ വിശന്നിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു. അതും കണക്ക് തന്നെയായിരുന്നു. അങ്ങനെ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിൽ പോയി ഒരു പാവ് ബജി മേടിച്ച് കഴിച്ചു. സൂപ്പറായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോസ് ബാക്കി വിശേഷങ്ങൾ കാണാം.